രാജാക്കന്മാർ നാം പുസ്തകം അധ്യായം 9. ദൈവാലയവും രാജഗൃഹവും മറ്റും തനിക്കുണ്ടാക്കുവാൻ മനസ്സു താല്പര്യവും ഉണ്ടായിരിക്കുന്നതെല്ലാം ശലോമോൻ പണിതു തീർന്ന ശേഷം കർത്താവ് ഗിബെയോനിൽ വച്ച് ശലോമോന് പ്രത്യക്ഷനായതുപോലെ 2ാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി. ദൈവാലയവും രാജഗൃഹവും മറ്റും തനിക്കുണ്ടാക്കുവാൻ മനസ്സു താല്പര്യവും ഉണ്ടായിരുന്നതെല്ലാം ശലോമോൻ പണിതു തീർന്ന ശേഷം കർത്താവ് ഗിബെയോനിൽ വെച്ച് ശലോമോന് പ്രത്യക്ഷനായതുപോലെ 2ാം പ്രാവശ്യവും അവന് പ്രത്യക്ഷനായി. അവനോട് അരുളിച്ചെയ്തത്, നീ എൻ്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മുമ്പാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ പിതാവായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്തതായി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിലുള്ള നിന്റെ രാജത്വത്തിൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും. എൻ്റെ നാമത്തിനു വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഇസ്രായേൽ സകല ജാതികളുടെയും ഇടയിൽ പഴഞ്ചൊല്ലും പരിഹാസവും ആയിരിക്കും. ഈ ആലയം ശൂന്യമാകും. വഴിയെ പോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ച് ചൂളം കുത്തി, കർത്താവ് ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്ത് എന്ന് ചോദിക്കും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുകയും അന്യ ദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവം ഈ അനർത്ഥമെല്ലാം അവർക്ക് വരുത്തിയിരിക്കുന്നു എന്ന് അതിന് ഉത്തരം പറയും. ശലോമോൻ ദൈവാലയം, രാജഗൃഹം എന്നീ 2 ഭവനവും പണിത ശേഷം 20 വർഷം കഴിഞ്ഞ് സോർ രാജാവായ ഹീരാം ശലോമോനും അവൻ്റെ ഇഷ്ടം പോലെ ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണുവാൻ അവൻ സോരിൽ നിന്ന് വന്നു. എന്നാൽ അവ അവന് ഇഷ്ടപ്പെട്ടില്ല. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്ന് പറഞ്ഞു. അവയ്ക്ക് ഇന്ന് വരെയും കാബൂൽ ദേശം എന്ന് പേരായിരിക്കുന്നു. ഹീരാമോ രാജാവിന് 120 താലന്ത് പൊന്നു കൊടുത്തയച്ചു. ശലോമോൻ രാജാവ് ദൈവത്തിൻ്റെ ആലയം, അരമന, മില്ലോ, യെരൂശലേമിൻ്റെ കോട്ട, ഹാസോർ, മെഗിദ്ദോ, ഗേസർ എന്നിവ പണിയേണ്ടതിന് വേല ചെയ്യിച്ച വിവരം മിസ്രൈം രാജാവായ ഫറവോൻ ചെന്നു ഗേസർ പിടിച്ച് തീവച്ചു ചുട്ടുകളഞ്ഞു. അതിൽ പാർത്തിരുന്ന കനാന്യരെ കൊന്നു. അതിനെ ശലോമോന്റെ ഭാര്യയായ തൻ്റെ മകൾക്ക് സ്ത്രീധനമായി കൊടുത്തു. അങ്ങനെ ശലോമോൻ ഗേസരും താഴത്തെ ബേത് ഹോരാനും ബാലാത്തും
ദേശത്തിലെ മരുഭൂമിയിലുള്ള തദ്മോരും ശലോമോനുണ്ടായിരുന്ന സകല പ്രധാന നഗരങ്ങളും രഥനഗരങ്ങളും കുതിരപ്പടയ്ക്കുള്ള പട്ടണങ്ങളും ശലോമോൻ യെരൂശലേമിലും ലെബാനോനിലും തൻ്റെ രാജ്യത്തിൽ എല്ലായിടവും പണിയുവാൻ ആഗ്രഹിച്ചതെല്ലാം പണിതു. അമോര്യർ, ഹിത്യർ, പെരിസ്ത്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ ഇസ്രായേൽ മക്കളിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജാതിയെയും ഇസ്രായേൽ മക്കൾക്ക് നിർമൂലമാക്കുവാൻ കഴിയാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ അടിമകളാക്കി. അവർ ഇന്നുവരെ അങ്ങനെ ഇരിക്കുന്നു. ഇസ്രായേൽ മക്കളിൽ നിന്നോ ശലോമോൻ ആരെയും ദാസ്യവേലയ്ക്കാക്കിയില്ല. അവർ അവൻ്റെ യോദ്ധാക്കളും ഭൃത്യന്മാരും പ്രഭുക്കന്മാരും സേനാനായകന്മാരും അവൻ്റെ രഥങ്ങൾക്കും കുതിരപ്പടയ്ക്കും അധിപന്മാരും ആയിരുന്നു. 550 പേർ ശലോമോന്റെ വേലയെടുത്ത ജനത്തിന് മേലുദ്യോഗസ്ഥരായിരുന്നു. ഫറവോന്റെ മകൾ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് ശലോമോൻ അവൾക്ക് വേണ്ടി പണിതിരുന്ന അരമനയിൽ പാർപ്പാൻ വന്ന ശേഷം അവൻ മില്ലോ പണിതു. ശലോമോൻ കർത്താവിന് പണിതിരുന്ന യാഗപീഠത്തിന്മേൽ അവൻ ആണ്ടിൽ 3 പ്രാവശ്യം ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദൈവസന്നിധിയിൽ ധൂപം അർപ്പിച്ചിരുന്നു. ഇങ്ങനെ അവൻ ദൈവാലയം തീർത്തു. ശലോമോൻ രാജാവ് ഏദോം ദേശത്ത് ചെങ്കടൽക്കരയിൽ ഏലോത്തിന് സമീപത്തുള്ള എസ്യോൻഗേബെരിൽ വച്ച് കപ്പലുകൾ പണിതു. ആ കപ്പലുകളിൽ ശലോമോന്റെ ദാസന്മാരോടുകൂടെ ഹീരാം സമുദ്രപരിചയമുള്ള കപ്പൽക്കാരായ തൻ്റെ ദാസന്മാരെ അയച്ചു. അവർ ഓഫീരിലേക്ക് ചെന്ന് അവിടെ നിന്ന് 420 താലന്ത് സ്വർണം ശലോമോൻ രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.